പ്രിയ സുഹൃത്തുക്കൾക്ക് ഹർഷിനിയുടെ മൈൻഡ്ഫുൾ മൊമെൻറ്റ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് യുദ്ധങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഭയപ്പെടുന്ന യുദ്ധങ്ങളുടെ വാർത്തകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ വാർത്തകൾ തികച്ചും നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആശങ്കകളും വേദനകളുമൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. ഈ യുദ്ധങ്ങളെന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇന്നോ ഇന്നലെയോ ജീവിതത്തിൽ കേട്ടതല്ല. വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ നമ്മുടെ പഠനങ്ങളിലും നമ്മൾ വായിച്ചു വളർന്ന കഥകളിലും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നന്മകൾ ജയിക്കുന്ന യുദ്ധങ്ങളായിട്ടാണ് നമ്മൾ പല കഥകളിലും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. നന്മകൾ ജയിക്കാനായിട്ട് തിന്മകളെ അതിന് മുകളിലുണ്ടാകുന്ന യുദ്ധങ്ങളെന്ന് പറയുന്നത് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടും ഒക്കെയുണ്ട്. എന്നാൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഈ യുദ്ധങ്ങളൊക്കെ തന്നെയും കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങിപ്പോയി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനം നമ്മൾ അതിൽ നടത്തിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ യുദ്ധങ്ങളെന്നൊക്കെ പറയുന്നത് മനുഷ്യ മനസ്സുകളിൽ നടക്കുന്ന യുദ്ധങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്ന്. ഈ ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ തന്നെയും മനുഷ്യനെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നന്മ തിന്മകൾ നിറഞ്ഞ ചിന്തകളുടെ ആ കാഴ്ചപ്പാടുകളുടെ ഇടയിലുണ്ടാകുന്ന യുദ്ധങ്ങളാണ്. ആ യുദ്ധത്തിൽ നന്മ ജയിക്കണമോ തിന്മ ജയിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും, ബാഹ്യമായിട്ട് വരുന്ന എല്ലാ യുദ്ധങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ ആന്തരികമായിട്ടുണ്ടാകുന്ന യുദ്ധങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് മതമായാലും ഭീകരവാദമായാലും മറ്റെന്ത് തന്നെ ആയാലും മനുഷ്യ മനസ്സുകളിൽ ആ യുദ്ധങ്ങൾ നടന്നുകൊണ്ട് അത് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അത് ബാഹ്യമായിട്ട് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിലേക്കായിട്ട് ഈ യുദ്ധങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മനുഷ്യ മനസ്സുകളിലെ ഈ യുദ്ധങ്ങളെയാണ് നമ്മൾ ആദ്യം നിർത്തേണ്ടത്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദ വാർ ബിറ്റ്വീൻ തോട്ട്സ് ആൻഡ് പേഴ്സണാലിറ്റി എന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വാർ ബിറ്റ്വീൻ തോട്ട്സ് ആൻഡ് പേഴ്സണാലിറ്റി, ചിന്തകളും വ്യക്തിത്വവും. വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു സാമാന്യ അളവിൽ നമ്മളെല്ലാവരും എന്നും മിക്കവാറുമൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. സൈക്കോളജിക്കലി വ്യക്തിത്വം എന്താണെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വ്യക്തിത്വ വൈകല്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വ്യക്തിത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈനിലെ വ്യക്തിത്വത്തിലെ പ്രധാനപ്പെട്ട 3 ഡൊമൈനുകളിൽ ഒന്നാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ ഡൊമൈനുകളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ചിന്തകളെന്ന് പറയുന്നത്. ചിന്തകളെന്ന് പറയുന്നത് ഒരു ഹയർ ലെവൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയും കൂടെയാണ്, ഹയർ ലെവലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഈ ചിന്തകളെന്ന് പറയുന്നത് വളരെ ഫോൾട്ടി ആയിട്ടുള്ള ചിന്തകളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന പ്രതിഭാസത്തിലേക്ക് അയാൾ പോകുന്നു. വലിയ ഫോൾട്ടി അല്ലാത്ത തിങ്കിങ് ഒക്കെ ആണെങ്കിൽ താരതമ്യേന ബിഹേവിയറൽ ഡിസോർഡറിലേക്കും, വളരെ കൂടുതലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിത്വ വൈകല്യങ്ങളിലേക്കും, അതിനോടനുബന്ധിച്ച് ആങ്സൈറ്റിയും ഡിപ്രഷനും ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെയും ആ വ്യക്തി കടന്നു പോകാം. അപ്പോൾ ചിന്തകളെന്ന് പറയുന്നത് നല്ല ചിന്തകളാണെങ്കിൽ, ഹെൽത്തി തിങ്കിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല വ്യക്തിത്വത്തിന് ഏകദേശമൊക്കെ നമുക്ക് ഒരു ഉടമസ്ഥനാകാനായിട്ട് സാധിക്കും. അല്ല, അത് തിരിച്ചാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായ ഒരു വ്യക്തിത്വമായിരിക്കും നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ചിന്തകളുടെ ഇമ്പോർട്ടൻസ് അത്രമാത്രം ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന വ്യക്തിത്വത്തിലുണ്ട്. അപ്പോൾ ഈ ചിന്തകളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? പലതിനെക്കുറിച്ചും നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങൾക്കൊക്കെ നമുക്കനുസരിച്ച് പലതരത്തിലുള്ള ചിന്തകൾ വരാറുണ്ട്. ഈ ചിന്തകൾക്കും അഭിപ്രായങ്ങൾക്കും പുറകിൽ സംവേദിക്കുന്ന ഒരു വലിയൊരു പ്രതിഭാസം നമ്മളിലുണ്ട്. അതാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത്.
ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മളിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ അത് പെട്ടെന്നൊരു ദിവസം നമ്മളിൽ ഉണ്ടാകുന്ന ഒന്നല്ല. നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ തന്നെ നമ്മൾ കടന്നു പോകുന്ന പല പല എൻവയോൺമെൻറ്റിലൂടെയും നമുക്ക് ഈ കാഴ്ചപ്പാടുകൾ നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ മുൻപ് തന്നെ. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലേക്ക് നയിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട്. ആദ്യം നമുക്ക് കാഴ്ചപ്പാടുകൾ എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം. കാഴ്ചപ്പാടുകളെന്ന് പറയുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസ് കൊടുക്കുന്ന അറിവുകളെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന അറിവുകൾ. അതായത് നമ്മളൊരു കാര്യത്തെ കാണുന്നു അല്ലേ, ഒരു പക്ഷീനെ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് നമുക്കൊരു അറിവാണ്. ആ അറിവിനെ ഒരു മീനിങ് കൊടുത്തുകൊണ്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ഈ പറയുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതായത് അതിനൊരു മീനിങ് കിട്ടണം. ആ മീനിങ് ചിലപ്പോൾ നല്ലതുമായിരിക്കാം, മോശപ്പെട്ടതുമായിരിക്കാം. ആ മീനിങ് കിട്ടുന്നതിലേക്കായിട്ട് മീനിങ് കിട്ടി അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, അത് ശരിക്കും ഒരു പക്ഷിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷിയുടെ രൂപവും അതിൻ്റെ രൂപത്തിൽ എന്തൊക്കെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ പക്ഷിയുടെ ശബ്ദങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ വളരെ അർത്ഥത്തോടുകൂടി മീനിങ് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഒരു പക്ഷി വന്നാൽ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റുന്ന ആ പെർസെപ്ഷൻ നമ്മളിലുണ്ടെങ്കിൽ, അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനും നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ പെർസെപ്ഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ചുറ്റുപാടുകളുമായി നമുക്ക് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നതിന്, കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടാകുന്നതിലേക്കായിട്ട്, നമ്മുടെ സേഫ്റ്റി, നമ്മൾ സേഫായിട്ട് ഇരിക്കുന്നതിലേക്കായിട്ട്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിലേക്കായിട്ട്, നല്ലതാകാം ചീത്തയുമാകാം റോങ് പെർസെപ്ഷൻ ആണെങ്കിൽ, എന്നാലും നമുക്ക് ആദ്യം നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകാം. പഠിക്കുന്നതിലേക്കായിട്ട്, തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കായിട്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പെർസെപ്ഷൻ വളരെ പക്വതയാർന്നതും വളരെ മീനിങ് ഫുള്ളായിട്ടും ഉള്ളതായിരിക്കണം. അപ്പോൾ പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുമ്പോഴും, നല്ല രീതിക്ക് നമ്മൾ സംവേദിക്കുമ്പോഴും, നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, നമ്മൾ സുരക്ഷിതമായിരിക്കുകയും മറ്റുള്ളവരെ സുരക്ഷിതമാക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പറയാം ഒരു വ്യക്തിയിൽ എന്തുണ്ട്, നല്ല പെർസെപ്ഷൻസാണ് അയാളിൽ നിൽക്കുന്നതെന്ന്. ആ നല്ല പെർസെപ്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? അയാൾക്കും സുഖകരമായ ഒരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാം, മറ്റുള്ളവർക്കും ചുറ്റുവട്ടത്ത് നിൽക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജീവിതം കൊടുക്കുവാനും സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിരുകളില്ലാത്ത, യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ഈ പറയുന്ന പെർസെപ്ഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്? മനുഷ്യൻ എപ്പോഴും, നമ്മുടെ പേഴ്സണാലിറ്റി എപ്പോഴും ഡൈനാമിക്കാണ്. എപ്പോഴും നമ്മളിങ്ങനെ പെർസെപ്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പെർസെപ്ഷനെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, വളരെ ചെറിയ പ്രായം മുതൽ, നമ്മൾ ജനിച്ച അന്ന് മുതൽക്ക് തന്നെ നമ്മളിലുണ്ടാകുന്ന ആ സെൻസറി നോളജ് കിട്ടുന്ന ആ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ പെർസെപ്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, മറ്റുള്ളവർ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന അറിവുകൾ, നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ വായിച്ചും അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ഇമോഷൻസ്, ഇതെല്ലാം ഒരു വ്യക്തിയുടെ പെർസെപ്ഷനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റോങ് പെർസെപ്ഷൻ ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാകുന്നു? ഫോൾട്ടി ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടാകുന്നു. ഫോൾട്ടി തിങ്കിങ് വന്നാൽ എന്ത് സംഭവിക്കുന്നു? വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും, പെരുമാറ്റങ്ങളായിരിക്കും അയാൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ എന്നൊക്കെ പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെറിയ കുട്ടി, ഒരു 3 വയസ്സായ ഒരു കുട്ടിയെന്ന് വെച്ചോളൂ. ആ കുട്ടി, തൻ്റെ മാതാപിതാക്കൾ എപ്പോഴും പൊങ്ങച്ചം പറയുന്നവരാണ്. എന്ത് കാര്യത്തിന് വളരെ വലിപ്പത്തോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്.
അവർ പരസ്പരം പറയുകയാണ്. അങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വിലമതിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കുന്നത്, നമുക്ക് നല്ല സ്ഥാനമൊക്കെ കിട്ടുന്നത്. ഇത് വളരെ ചെറിയ പ്രായം മുതൽ ഒരു കുട്ടി കേട്ട് വളരുകയാണെങ്കിൽ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന പെർസെപ്ഷൻ എന്താണ്? ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കുമ്പോഴാണ് എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതെന്ന്. അപ്പോൾ ഇതെന്താണ്? ഒരു റോങ് ആയിട്ടുള്ള പെർസെപ്ഷനാണ്. അപ്പോൾ ഈ കുട്ടി വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പൊങ്ങച്ചത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ആ പെർസെപ്ഷനിൽ നിന്നുകൊണ്ടായിരിക്കും കുട്ടി എന്ത് ചെയ്യുന്നത്? തൻ്റെ ചിന്താഗതികളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ചിന്താഗതികൾക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ കുട്ടിയുടെ ബിഹേവിയർ മുന്നിലേക്ക് വരുന്നത്. ഇത് പിൽക്കാലത്ത് ഒരു ഗ്രാൻഡ്യോസിറ്റി അല്ലെങ്കിൽ വളരെയധികം പർവ്വതീകരിച്ച് എക്സാജറേറ്റ് ചെയ്ത് കാര്യങ്ങളെ പറയുന്ന അല്ലെങ്കിൽ അതിനെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം അതിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ കള്ളം പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളെ കള്ളം പറയുന്ന രീതിക്ക് അത് കണ്ടു വളരുകയാണെന്ന് വെച്ചോളൂ. അവിടെയും കുട്ടിക്ക് ഒരു റോങ് ആയിട്ടുള്ള ഐഡിയ ആണ് കിട്ടുന്നത്. എന്നാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഇമോഷൻസിനെ അതിനെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതിന് വാല്യൂ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള രീതിക്ക് മുതിർന്നവർ എപ്പോഴും അവരവരുടെ ലോകത്ത് സംവേദിക്കുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട പെർസെപ്ഷൻ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നു. എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ കെയർ ചെയ്യാനില്ല, വളരെയധികം ഇൻസെക്യൂർഡായിട്ടുള്ള ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് കുട്ടി തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ ട്രോമാസ്, ജീവിതത്തിലുണ്ടാകുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ട്രോമാസ്, അത് മാനസികമാകാം, ശാരീരികമാകാം, വാക്കുകൾ കൊണ്ടുള്ളതാകാം, പല പ്രവൃത്തികളിൽ നിന്നുള്ളതാകാം. ഇതെല്ലാം തന്നെയും കുട്ടിക്ക് വളരെ മോശപ്പെട്ട ഒരു പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, ഈ ലോകത്തിൻ്റെ സുരക്ഷിതാവസ്ഥയെക്കുറിച്ച് വളരെ മോശമായ ഒരു കാഴ്ചപ്പാട് കുട്ടിക്കുണ്ടാകുന്നു. പലതരത്തിലുള്ള മാനിപ്പുലേഷന് വിധേയമാകപ്പെട്ട കുട്ടികൾ, അവരും പിൻകാലത്ത് ഈ ലോകത്തെ സമീപിക്കുന്നത് ആ കാഴ്ചപ്പാടിലൂടെയായിരിക്കും സമീപിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. നല്ല കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. മനോഹരമായ നല്ല ചിന്താഗതികൾ നമ്മുടെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് അവർ മുതിർന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ നല്ല വ്യക്തിത്വം ലഭിക്കുന്ന ഒരു ആളായിട്ട് മാറണമെങ്കിൽ അവരിലുണ്ടാകുന്ന പെർസെപ്ഷൻ, കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ മീനിങ് ആയിട്ടുള്ള നല്ല അടിത്തറയുള്ള പെർസെപ്ഷൻസ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഇവരിൽ ഡെവലപ്പ് ചെയ്യുന്നത് പലതരത്തിലുള്ള വൈകൃതങ്ങൾ നിറഞ്ഞ സ്വഭാവങ്ങളായിരിക്കും. ഈ വൈകൃതങ്ങൾ നിറഞ്ഞ സ്വഭാവത്തിൽ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കാനും റിസർച്ച് ചെയ്യാനും ഞാൻ എപ്പോഴും ആഗ്രഹിച്ച എൻ്റെ റിസർച്ച് ടോപ്പിക്ക് തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെർസെപ്ഷനെയും ചിന്താഗതികളെയും ഒക്കെ നമ്മൾ നേരെ വ്യക്തിത്വത്തിലും പിന്നെ വ്യക്തിത്വ വൈകല്യങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഓരോ കുട്ടികളെയും ഓരോ തരത്തിലുള്ള ഇതൊക്കെ അനുഭവിച്ചു വരുന്ന കുട്ടികളെ ഓരോ തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് എന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ പുറകിലുള്ള ചിന്തകളെക്കുറിച്ചും ചിന്തകൾക്കും പുറകിൽ വരുന്ന പെർസെപ്ഷനെക്കുറിച്ചും നമുക്ക് അനലൈസ് ചെയ്യാം. എന്നും എപ്പോഴും ഹർഷിനിയുടെ മൈൻഡ്ഫുൾ മൊമെൻറ്റ്സിനോടൊപ്പം നിൽക്കുക. മനഃശാസ്ത്രപരമായ അറിവുകൾക്ക് ഹർഷിനി മൈൻഡ് കെയർ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. വളരെ സന്തോഷത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി, നന്ദി, നമസ്കാരം.